പതിവ് പോലെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടു. ഇന്ന് നല്ല ക്ഷീണമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം സഹചാരിയായ മൈഗ്രെയിൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇന്ന് എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഇന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അവിലാണ് അമ്മ വന്നതിൻ്റെയാണ് ആ ഇമ്പ്രൂവ്മെൻറ്റ്. കുറച്ചും കൂടെ ഹെൽത്തി ആയില്ലേ. ഇന്ന് ഡാൻസ് ഉള്ള ദിവസമാണ്. അപ്പം നമ്മൾ അവിലൊക്കെ കഴിച്ച് മേമ്പൊടിക്ക് ഒരു ഡോളും കൂടി കഴിച്ച് ഡാൻസ് ക്ലാസ്സിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എത്ര തലവേദനയാണെങ്കിലും ക്ഷീണമാണെങ്കിലും ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ. മടി പിടിച്ചിരുന്ന് അവിടെ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിലെത്തി. ഡാൻസൊക്കെ കഴിഞ്ഞ് ഒരു 10:30 ഒക്കെ ആയപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ സീനാണ് ഈ കാണുന്നത്. പോണത് വരണത് പോണത് അങ്ങനെയുള്ള സീനുകൾ മാത്രമേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലേ. അതെൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് കേട്ടോ ഉള്ളിലുള്ള സീനുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഞാൻ എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ജിമ്മിലാണെങ്കിലും ഡാൻസ് ക്ലാസ്സിലേക്ക് ആണെങ്കിലും വിഷ്വൽസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചെത്തി ലിഫ്റ്റിൽ കയറിയിരിക്കണം കേട്ടോ. ചെറിയൊരു വൈക്ലഭ്യത്തോടു കൂടിയാണ് ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. ചില ലിഫ്റ്റുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സ്റ്റക്ക് ആവോ ഇല്ലയെന്നൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതാണ്. എന്തായാലും നമ്മൾ 9th ഫ്ലോറിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ? ഓ സൂപ്പർ. ഡാൻസ് കഴിഞ്ഞ് വരുന്ന അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്ന പുത്രനായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കണതാണ്. എൻ്റെ ആ ഫ്രാക്ചർ വന്ന വിരലുണ്ടല്ലോ, ആ വിരൽ ഇപ്പോഴും വിക്ടറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വിരലുകൾ ഇങ്ങനെ വി ഷേപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് കൂട്ടി വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വേണം നമ്മൾ ഡാൻസ് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെയിനും സ്പെല്ലിങ്ങും ഒക്കെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് അഴിച്ച് മാറ്റി കുളിയൊക്കെ കഴിഞ്ഞതേ ഞാൻ ഓട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ പുത്രനും കൂടെ കമ്പനിക്ക് ചേർന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഓട്സിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ പൂവമ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വളരെ പ്രഷ്യസ് ആയ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ കുങ്കുമാതി ലേപം ആണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. ഹുദ ബ്യൂട്ടിയുടെ എൻ്റെ സ്വന്തം ലിപ് ബാം. നല്ല ചീഞ്ഞ കോമഡിയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തേക്ക് വിടാം. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.